ഇന്ന് ആഡ് റൺ ചെയ്യുന്നു, നാളെ ലീഡ് വരുന്നു, മറ്റന്നാൾ സെയിൽസ് ക്ലോസ് ചെയ്യുന്നു. പലരും ചിന്തിക്കുന്നത് ഈ മെറ്റാ ആഡ്സ് ആണെങ്കിലും ഗൂഗിൾ ആഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റയർലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണെന്നാണ്. പക്ഷേ ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ആഡ് റൺ ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബ്രാൻഡ്സിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ആഡ്സ് റൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു ക്യാമ്പയിൻ വലിയ വലിയ ബ്രാൻഡ്സിൻ്റെ ഒക്കെ ക്യാമ്പയിൻസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് സമയത്തെ എന്താ പറയുക എഫേർട്സ് ഉണ്ടാവും. അവർ ആ ഒരു ബ്രാൻഡിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, എന്ത് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ എന്ന് മനസ്സിലാക്കിയിട്ട്, ആരിലേക്ക് ഇത് എത്തിക്കണം, ഏതൊക്കെ ലൊക്കേഷൻസിലാണ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ്സ് വേണം, എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്, ഇതൊക്കെ എൻ്റയർലി കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടായിരിക്കും. പക്ഷേ നമ്മളവിടെ വരുമ്പോൾ ആളുകൾ ചെറിയ ചെറിയ ക്ലയൻസ് ഒക്കെ പറയുന്നത് അറിയാം, ഞാനിത് പൈസ തരാം, നാളെ മുതൽ നമുക്ക് ലീഡ്സ് വരാൻ സ്റ്റാർട്ട് ചെയ്യില്ല എന്നുള്ളതിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് കൂടുതൽ ആളുകളും വരിക. ഈവൻ ഇപ്പോൾ തന്നെ ഞാനൊരു ക്യാമ്പയിൻ ചെയ്യണം, അപ്പോൾ ഞാനൊരു ഇന്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ റിസർച്ച് പ്രോസസ്സിലാണ് ഇതിന്റെ ആക്ച്വലി. അതായത് എന്തൊക്കെയാണ് അവരുടെ കോമ്പറ്റീറ്റേഴ്സ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ആഡ്സ് റൺ ചെയ്യുന്നുണ്ട്, ലിങ്ക്ഡിനിലാണോ ആഡ്സ് റൺ ചെയ്യുന്നത്, മറ്റേ ആഡ്സിൽ റൺ ചെയ്യുന്നുണ്ടോ, ഗൂഗിൾ ആഡ്സിൽ റൺ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കണം ഞാൻ ആദ്യം ചെയ്യുന്നത്. ഇതിൽ വരുന്ന പല ക്ലയൻസിനും ഉണ്ടല്ലോ, അല്ലെങ്കിൽ ക്ലയൻസ് ആയിക്കോട്ടെ, ഓണേഴ്സ് ആയിക്കോട്ടെ, ബിസിനസിന്റെ മാനേജേഴ്സ് ആയിക്കോട്ടെ, ഇവർക്കൊന്നും ആക്ച്വലി, ഞാൻ എല്ലാവർക്കും ഒന്നും പറയുന്നില്ല, ചില ആളുകൾക്ക് മാത്രം കേട്ടോ, ഇവർക്കൊന്നും ആക്ച്വലി ബ്രാൻഡിന്റെ ഓഡിയൻസ് ആരാണെന്നോ അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ക്യാമ്പയിൻ ചെയ്യണമെന്നോ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ പോലും ഇല്ലാതെയാണ് നമ്മളടുത്ത് പലപ്പോഴും വന്നിട്ട് പറയുന്നത് നമുക്ക് ആഡ്സ് റൺ ചെയ്യണം, നമുക്ക് ലീഡ്സ് വേണം. ഇങ്ങനെ മാത്രം നിങ്ങൾ ഒരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓവർവ്യൂ ഒരു ഡിജിറ്റൽ മാർക്കറ്ററിനോ അല്ലെങ്കിൽ മറ്റേ ആഡ്സ് റൺ ചെയ്യുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് റൺ ചെയ്യുന്ന ഒരാൾക്കോ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പോലും കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് നമ്മളൊരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 ഹവർ ഒരു കോളെങ്കിലും സെറ്റ് ചെയ്തിട്ട് ബ്രാൻഡിനെ കുറിച്ച് പഠിച്ചെടുത്തതിന് ശേഷം മാത്രം ക്യാമ്പയിൻസ് എടുക്കുക. ഈവൻ ഞാൻ വർക്ക് എടുക്കുമ്പോൾ എനിക്ക് ആ ബ്രാൻഡിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു വർക്ക് എടുക്കുക. ഈവൻ നമ്മുടെ ഏജൻസിയിലാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ വർക്ക് എടുക്കുക. അപ്പോൾ അല്ലാതെ നമ്മൾ വർക്ക് എടുത്തിട്ട് ഈ ഒരു ബ്രാൻഡിന് വേണ്ടി കുറച്ച് പൈസ അവിടെ ഇവിടെ ചിലവാക്കി നിർത്തിയിട്ട് അതിന് റിസൾട്ട് കിട്ടില്ല. വളരെ കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പറയുന്നത്, അതൊന്നും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ബ്രാൻഡിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആഡ്സ് റൺ ചെയ്ത് കഴിഞ്ഞാലുള്ളൂ വലിയ വലിയ ബ്രാൻഡ്സിനൊക്കെ ആണെങ്കിൽ റിസൾട്ട് കിട്ടും. ഈവൻ വലിയ ബ്രാൻഡ്സ് അല്ല, ചെറിയ ബ്രാൻഡ്സ് ആണെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ എമൗണ്ട് മെറ്റാഡ്സിന് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ശേഷം മാത്രം ആഡ്സ് ക്യാമ്പയിനിലോട്ട് ലൈവ് ആക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ട്രൈ ചെയ്യുക.